Hello friends, we are discussing about options, option terminologies and its characteristics. What is option? Option contract is an agreement between a buyer and seller. ഒരു ബയറും സെല്ലറും തമ്മിലൊരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റാണ് എന്ത് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ആർ എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് വിച്ച് ഗിവ്സ് ദി ബയർ ദ റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് എൻ അണ്ടർലൈൻ അസറ്റ് അറ്റ് എ ഫിക്സ്ഡ് അഗ്രീഡ് പ്രൈസ്. അതായത് ബയറും സെല്ലറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൽ ബയർ എന്തുണ്ട്, ഒരു റൈറ്റ് ഉണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് സെല്ലർ ഹാവ് നോ റൈറ്റ്, ഹി ഹാവ് ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് എൻ അണ്ടർലൈൻ അസറ്റ്. ഓപ്ഷൻ സിംപ്ലി മീൻസ് ബയർ ഹാവ് റൈറ്റ് ടു ബൈ ആൻഡ് സെല്ലർ ഹാവ് ഒബ്ലിഗേഷൻ ടു സെൽ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഫാർമർ ആൻഡ് ഡീലർ. ഫാർമറിന് എന്താ, അയാളുടെ ലാൻഡ് സെല്ല് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഡീലറിന് ആ ലാൻഡ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ ഗോട്ട് ഇൻഫോർമേഷന് അവിടെ ഒരു റെയിൽവേ, ആ സ്ഥലത്തിൻ്റെ അവിടെ ഒരു റെയിൽവേ വരാൻ ചാൻസ് ഉണ്ടെന്ന് അയാൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് ഫ്യൂച്ചറിൽ അവിടെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഫാർമർ ഈ ലാൻഡ് വിൽക്കുന്നത് 10 lakhനാണ്. ഡീലർ സമ്മതിച്ചു, 10 lakhന് വാങ്ങിക്കാമെന്ന് ഡീലർ സമ്മതിച്ചു. പക്ഷേ ഇയാൾ ചിന്തിക്കുകയാണ്, ഇനി അഥവാ ഇതിൽ റെയിൽവേ വരാൻ ചാൻസ് ഇല്ലെങ്കിലോ, ഇൻഫോർമേഷൻ തെറ്റായാലോ എന്ന്. അപ്പോൾ ഇവർ ഒരു കോൺട്രാക്റ്റിലെത്താണ്. ഈ ഡീലർ ഫാർമറിന് ഒരു 50K ടോക്കൺ എമൗണ്ട് കൊടുക്കാമെന്ന്. പ്രീമിയമാണത്. ഈ 50K എന്ന് പറയുന്നത് ഒരു പ്രീമിയം കൊടുക്കുകയാണ്. അവർ ഒരു എക്സ്പയറി ഡേറ്റും വെക്കുകയാണ്. 4 monthോ 3 monthോ ഒക്കെ അവർ വെച്ച്. അതിനിടയിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇയാൾക്കൊരു റൈറ്റ് ഉണ്ടല്ലോ, വേണമെങ്കിൽ ബൈ ചെയ്യാം, ഇല്ലെങ്കിൽ സെൽ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫാർമറിന് എന്താണ് 10 lakh + 50K കിട്ടും. ഓക്കെ, അവിടെ 3 കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്താണെന്നറിയാലോ, അവിടെ റെയിൽവേ വരുന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ പ്രൈസ് കൂടും. ഓക്കെ, 10 lakh എന്താവും, ഒരു 40 lakh ആയി. അപ്പോൾ അവിടെ ഡീലറിന് 30 lakh പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഡീലറിന് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അഥവാ രണ്ടാമത്തെ കേസ്, അവിടെ വരും എന്നുള്ളൊരു റൂമറുണ്ട്, പക്ഷേ കാര്യം ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ 10 = 10 lakh തന്നെ, 10 lakh തന്നെ ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് വലിയ ലാഭമൊന്നുമില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ഈ 50K നഷ്ടപ്പെടുത്തിയാലും ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പക്ഷേ 50K ഈ പ്രീമിയം എന്തായാലും ഇത് പോകട്ടെ, നമുക്ക് നഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് അവിടെ മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഹൈവേ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈവേ വരുന്നില്ല എന്നുണ്ടെങ്കിൽ 10 lakh 5 lakh അവിടെ കുത്തനെ ഇടിഞ്ഞു പോയി പ്രൈസ്. അപ്പോൾ എന്താ, ഇയാൾക്ക് നഷ്ടമാണ്. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഈ 50K നഷ്ടമായിക്കോട്ടെ, പക്ഷേ അത്രയും വലിയൊരു 5 lakhൻ്റെ ലോസ് സംഭവിക്കില്ലല്ലോ എന്ന്. അപ്പോൾ എന്താ, ഇയാൾ ഇവിടെയും ക്യാൻസൽ ചെയ്യുകയാണ്. മറ്റേ ഫസ്റ്റ് കേസിൽ ഇയാൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ 2 കേസിൽ ഇയാൾക്ക് എന്തല്ല, പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ ഇയാളിത് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ ഇയാൾക്ക് എന്തുള്ളൂ, ഒബ്ലിഗേഷൻ ഇല്ല, റൈറ്റ് ഉള്ളൂ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ടെർമിനോളജീസ് ആണ്. ഫസ്റ്റ് വൺ, അണ്ടർലൈങ്. അണ്ടർലൈങ് എന്ന് പറഞ്ഞാൽ ദ സ്പെസിഫിക് അസറ്റ് ഓർ എ സെക്യൂരിറ്റി ഓൺ വിച്ച് ആൻ ഓപ്ഷൻ കോൺട്രാക്ട് ഈസ് ബേസ്ഡ്. നമ്മൾ എന്തെങ്കിലും ഒരു അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് വെക്കുന്ന എന്തിൻ്റെങ്കിലും ബേസിലായിരിക്കുമല്ലോ. ഇവിടെ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്പെസിഫിക് അസറ്റ് ഓർ സെക്യൂരിറ്റി ആണ്. ദ നെക്സ്റ്റ് വൺ, പ്രീമിയം. ദ പ്രൈസ് പെയ്ഡ് ബൈ ദി ഓപ്ഷൻ ബയർ ടു ദി ഓപ്ഷൻ സെല്ലർ ടു അക്വയർ ദി റൈറ്റ് ടു ബൈ ഓർ സെൽ ദി അണ്ടർലൈങ് അറ്റ് ദി ടൈം ഓഫ് ദി ഓപ്ഷൻ ഈസ് ബോട്ട്. അതായത് ഓപ്ഷൻ ബോട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ സെല്ലറിന് ബയർ കൊടുക്കുന്ന ഒരു പ്രൈസ്, ഓക്കെ, അതിനെ പറയുന്ന പേരാണ് പ്രീമിയം എന്ന്. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ, എക്സൈസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് പ്രൈസാണ്. ഈ ഫിക്സ്ഡ് പ്രൈസ് ആരോ ഫിക്സ് ചെയ്യുന്നത്, സെല്ലർ ഫിക്സ് ചെയ്യുന്നതാണ് ഈ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഫോർ ദി അണ്ടർലൈയിങ് അസറ്റ്. ഇനി എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ഓപ്ഷൻ എക്സ്പയർ. ഓപ്ഷൻ എക്സ്പയർ ചെയ്യുന്ന ഡേറ്റാണ് എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ്, എക്സൈസ് ഡേറ്റ്. എക്സൈസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡേറ്റ് വിച്ച് ദ ഓപ്ഷൻ ഹോൾഡർ ആക്ച്വലി എക്സൈസ് ദി ഓപ്ഷൻ. ഓപ്ഷൻ അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഒക്കെ എന്താണ്, ഒരു സെയിം പോലെ തന്നെയാണ്. നമ്മൾ ഓപ്ഷന് കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനോ ചെയ്താൽ, ബൈ ഓർ സെൽ ചെയ്താൽ എന്താണ്, അവിടെ എക്സൈസ് ആയി. പിന്നെന്തന്നെ അവിടെ വാലിഡ് അല്ല, കോൺട്രാക്റ്റ് എന്തല്ല, വാലിഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ദി മാർക്കറ്റ് അറ്റ് ആൻ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. ഒരു ടൈമിൽ തന്നെ ഒരു മാർക്കറ്റിൽ എന്തുണ്ടാവും, കുറേ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ് ഉണ്ടാവും. അതിനെ പറയുന്ന ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന്.
ഈ ഓപ്ഷൻ ബയർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ബൈസ് ആൻ ഓപ്ഷൻ വിച്ച് ക്യാൻ എയ്തർ കാൾ ഓർ പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ കാൾ ഓപ്ഷനുമായിട്ട് ഒരു ഓപ്ഷൻ വാങ്ങിക്കുന്ന ആളാണ് എന്ത് ബയർ. ബയറിന് എന്തുണ്ട്, ഒരു റൈറ്റ് ഉണ്ട്, ബട്ട് ഹി ഹാവ് നോ ഒബ്ലിഗേഷൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഓപ്ഷൻ സെല്ലർ. ഓപ്ഷൻ സെല്ലർ എന്ന് പറഞ്ഞാലും വൺ ഹു ഈസ് ഒബ്ലിഗേറ്റഡ് ടു ബൈ ഓർ ടു സെൽ ദ അണ്ടർലൈൻ അസറ്റ് ഇൻ കേസ് ബയർ ദ ഓപ്ഷൻ ഡിസൈഡ് ടു എക്സൈസ് ഹിസ് റൈറ്റ്. ഓപ്ഷൻ സെല്ലർ എന്ന് പറഞ്ഞാൽ ഈ അണ്ടർലൈൻ അസറ്റ് ഓപ്ഷൻ ബയറിന് വിൽക്കുന്ന ആളാണെന്ത്, ഓപ്ഷൻ സെല്ലർ എന്ന് പറയുന്നത്. ഈ മണീനെസ് എന്ന് പറഞ്ഞാൽ എ കോൺസെപ്റ്റ് ദാറ്റ് റെഫേഴ്സ് ടു ദി പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി എക്സൈസ് ഓഫ് എൻ ഓപ്ഷൻ. ദാറ്റ് മീൻ ഒരു ഓപ്ഷനെ എക്സൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകാം, ലോസ് ഉണ്ടാകാം. പ്രോഫിറ്റ് ഇൻ ദി മണി ആവാം, അറ്റ് ദി മണി ആവാം, ഔട്ട് ഓഫ് ദി മണി ആവാം. ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതായത് സ്പോട്ട് പ്രൈസ് ഫ്യൂച്ചറിലുള്ള പ്രൈസിനെയും കാട്ടിയും കൂടുതൽ, ഫ്യൂച്ചറിലുള്ള പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനെയും കാട്ടിയും കൂടുതൽ, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ, കുറവ്. അതാണ് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദി മണി. ഓക്കെ. ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ വെൻ ദ അണ്ടർലൈങ് അസറ്റ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ദി കാൾ ഓപ്ഷൻ, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ്. എസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ്, ഫ്യൂച്ചറിലുള്ളൊരു പ്രൈസ്, ഫ്യൂച്ചറിൽ എങ്ങനെയാവും പ്രൈസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. ഇനി ഇവിടെ നെഗറ്റിവിറ്റി വരുന്നുണ്ട്. അറ്റ് ദ മണിയിൽ എന്താണ്, വെൻ ദ ഓപ്ഷൻ അണ്ടർലൈങ് അസറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ദി ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 10 lakh ഈക്വൽ ടു 10 lakh, അവിടെ എന്തില്ല, ലാഭമില്ല നഷ്ടമില്ല. അതാണ് സ്പോട്ട് പ്രൈസ് ഈസ് ഈക്വൽ ടു സ്ട്രൈക്ക് പ്രൈസ്. ഇനി ഔട്ട് ഓഫ് ദി മണി ആണെന്നുണ്ടെങ്കിലോ, ദി അണ്ടർലൈങ് അസറ്റ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി സ്ട്രൈക്ക് പ്രൈസ്. നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് 10 lakh വെച്ചു, നമുക്കവിടെ 5 lakh ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നഷ്ടമാണ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്ഷൻ. ഫസ്റ്റ് വൺ ദി റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ the both calls and put options give the owner the right to buy or sell underlying asset without obligation to performance contract and maturity. അതായത് നമ്മുടെ ഓപ്ഷൻ ബയേഴ്സിന് എന്തുണ്ട്, അതായത് കാൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അവർക്കൊരു റൈറ്റ് ഉണ്ട്, ഓണർ. അവർക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ബൈ ചെയ്യാം അല്ലെങ്കിൽ അത് സെൽ ചെയ്യാം. ഓക്കെ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻസ് ആർ ബോത്ത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആൻഡ് കൗണ്ടർ ട്രേഡഡ്. അവിടെ ഓപ്ഷൻസ് എന്തുണ്ട്, രണ്ട് വിധമുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡും കൗണ്ടർ ട്രേഡും. മെജോറിറ്റി യൂസ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ട്രേഡാണ്. നെക്സ്റ്റ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബയർ അസ്യൂംസ് ലോങ് പൊസിഷൻ. ഓപ്ഷൻ ബയർ എന്താണ്, ലോങ് പൊസിഷനാണ് അവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലർ അസ്യൂംസ് ഷോർട്ട് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ ആവണമെന്ന്. ഓക്കെ. പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ ഈസ് പേയബിൾ ബൈ ദി ഓപ്ഷൻ ബയർ ടു ദി സെല്ലർ വൈൽ എൻറ്ററിങ് ടു കോൺട്രാക്ട്. Types options can be classified American, European, Asian on the basis of excess of contract. Benefits. Call option buyer and put option seller get benefit when underlying asset price increase, while call option seller put option buyer get benefit when the price of the underlying decreases. Call option sell ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. നമ്മളിതുവരെ പഠിച്ച കാൾ ഓപ്ഷന് ബൈ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നു, പക്ഷേ കാൾ ഓപ്ഷന് സെൽ ചെയ്യുമ്പോഴും എന്തുണ്ട്, പ്രോഫിറ്റ് കിട്ടും. എങ്ങനെയാണെങ്കിൽ സ്റ്റോക്കോ ഇൻഡെക്സോ താഴേക്ക് പോകുമ്പോൾ, നമ്മളിത് മറ്റേ പറഞ്ഞാൽ എന്താ, സ്റ്റോക്കോ മുകളിലോട്ട് കുതിക്കുമ്പോഴെന്നല്ലേ. ഓക്കെ. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കിട്ടും, ഇങ്ങനെ ഇൻഡെക്സ് സ്റ്റോക്ക് മുകളിലോട്ട് പോകുമ്പോൾ. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.